അല്ല അതിന്റെ ഇളയമുള്ള കല്യാണം എന്തിനാ? അവ കന്യമതത്തിലുള്ള ഒരുത്തനായിട്ട് ചുറ്റിക്കളി. അയ്യോ, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാന്ന് പറഞ്ഞവനെ വീട്ടിൽ വിളിച്ചെടുത്ത് കൈയൊക്കെ വെട്ടിക്കളഞ്ഞു. അയ്യോ, അപ്പൊ പുറത്തിറങ്ങി? പുറത്തിറങ്ങാ കാലൂടെ വെട്ടിക്കളയൂന്ന് പറഞ്ഞു. പിള്ളേരുടെ സന്തോഷമല്ലടാ നമുക്ക് വരും. പിന്നെ അവക്ക് ഭയങ്കര സന്തോഷമായി കാണും. യുവർ ഓണർ, എന്റെ കക്ഷി നീരാഞ്ജലിയാണ്. നീരാളിയാണ്. അല്ല, നീരാവിയാണ്. എന്തോന്ന്? യുവർ ഓണർ, ഇവ ഒന്നും ചെയ്തിട്ടില്ല. ഹീസ് ജഗദീഷ്, ഇന്നസെന്റ്, നിരപരാധി. അങ്ങനെയും പറയാം. എന്തോ കേസ്? ഇവന്റെ ഭാര്യ ഇവനെ ഇട്ടേച്ചു പോയി. എന്തുകൊണ്ട്? ഇവന് കഴിവില്ലാത്തോണ്ട്. ഓ, കണ്ട ഒന്ന് കണ്ണടച്ചോർത്തപ്പോ എത്ര വർഷം മുന്നോട്ട് എന്ന് കണ്ട. സത്യമല്ലേ, എല്ലാം ഇന്നലെ കഴിഞ്ഞാണെങ്കിൽ ഇരിക്കണം. അണ്ണാ എന്റെ കല്യാണം ഒന്ന് വരണം. ചേട്ടാ ആരോമല നിനക്ക് കല്യാണ പ്രായമായ? ഓ, ഞാൻ കാണുമ്പോഴേ ഇച്ചിരി ഉണ്ടായിരുന്നോളൂ. അതൊക്കെ ഇപ്പൊ വലുതായി. എന്തുവാ മോനെ പ്രശ്നം? 10-ാം തീയതി പത്മയുടെ കല്യാണമാണ് പപ്പ. അയ്യോ, വിളിച്ചില്ലേ? അതിനാണോ മോനെ ഇങ്ങനെ സ്പൈഡർമാനെ പോലെ ഇരിക്കുന്നേ? പത്മാവതി ആരെന്നറിയോ പപ്പയ്ക്ക്? ഈ പരസ്പരത്തിലെ ദീപ്തിയുടെ അമ്മയമ്മ. 3 കൊല്ലം ഞാൻ അവളെ സ്നേഹിച്ചു പപ്പ. പത്മ പത്മ എന്ന് വിളിച്ചിരുന്നു പപ്പ. പൊഞ്ഞു പോടാപ്പ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് ഏത് നാടിനെ കുറിച്ചാണ്? കോഴിക്കോടാണോ? കുണ്ടന്നൂരല്ലേ? എന്തായാലും ക്വസ്റ്റ്യൻ കൊള്ളാം. അതെ, കൊല്ലം. ശരി ഉത്തരം. നിങ്ങൾ നേടിയിരിക്കുന്നു 25 ലക്ഷം രൂപ. 50 ലക്ഷം രൂപയുടെ അടുത്ത ചോദ്യം. ഇനിയുള്ള ചോദ്യങ്ങളിൽ മണിക്കുട്ടിയോടില്ല, പിന്നെ താനോട്.